നമസ്കാരം. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം പൈശാചിക ആത്മാവിനെ കുറിച്ചാണ്. മനുഷ്യനിൽ 7 ആത്മാക്കളുണ്ട്. ഈ 7 ആത്മാക്കളും സജീവമായി കഴിഞ്ഞാൽ അതിൽ നിന്നും വീണ്ടും 9 ആത്മാക്കൾ ഉരുത്തിരിയും. അങ്ങനെ 16 ആത്മാക്കളോളം മനുഷ്യന്റെ ഉള്ളിൽ എഴുന്നേൽപ്പിക്കപ്പെടും. ഈ 16 ആത്മാക്കളെ പേറുന്ന ശരീരമാണ് മനുഷ്യന്റെ യാഥാർത്ഥ്യം. എന്നാൽ ആത്മീയമായ വഴിയിലൂടെ പോകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെയുണ്ടാവുന്നത് എന്താണ്? ഒരു ശരീരം. അതിനുള്ളിൽ ഈ ഒരു പൈശാചിക ആത്മാവ്, ബാക്കി 3 ആത്മാക്കളുണ്ട്. ആ ആത്മാക്കളെ അവൻ്റെ ശരീരത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന 3 ആത്മാക്കളാണ്. ബാക്കി വരുന്ന 6 ആത്മാക്കൾ, അതിൻ്റെ ബന്ധം ആകാശലോകങ്ങളോടാണ്, അഥവാ ആത്മലോകങ്ങളോടാണ്. അത് ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരിക്കും. മരണം വരെ അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നതല്ല. അത്തരമൊരു മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനല്ല. നമുക്ക് മൃഗമായിട്ട് പറയാം, അല്ലെങ്കിൽ മൃഗത്തിനേക്കാൾ അധപതിച്ചവനായിട്ട് പറയാം. കാരണം മൃഗത്തിൽ എന്താ ഉള്ളത്? മൃഗത്തിൽ ഈ 3 ആത്മാക്കൾ, അഥവാ ശരീരത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച ധാതു ആത്മാവ്, സസ്യാത്മാവ്, മൃഗാത്മാവ്, ഇത് 3 ആരിലുണ്ട്? മൃഗത്തിലുണ്ട്. അപ്പോൾ അവന് മൃഗമായിട്ടുള്ളൂ. മനുഷ്യൻ ഒന്നും കൂടി അകന്നു പോയി, താഴ്ന്നു പോയിക്കൊണ്ട് എന്തായി പോകുന്നുണ്ട്? പിശാചായി പോകുന്നുണ്ട്. കാരണം അവനിൽ ആരുണ്ട്? ഒരു പൈശാചിക ആത്മാവുണ്ട്. ഈ പൈശാചിക ആത്മാവ് അവനിൽ ആധിപത്യം സ്ഥാപിക്കും. കാരണം അവന് സഹായമില്ല. ആത്മലോകത്തു നിന്നുള്ള ഒരാത്മാവിന് സഹായമില്ലാത്ത കാരണം അവനിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് ഈ പൈശാചിക ആത്മാവായിരിക്കും. അതിൻ്റെ പ്രേരണ കൊണ്ട് അവനിലുള്ള സ്വഭാവങ്ങൾ, പ്രകൃതങ്ങൾ, പൈശാചിക പ്രവർത്തനങ്ങൾ ആയിരിക്കും അവനിൽ നിന്നും ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവൻ മൃഗത്തേക്കാൾ മോശമാണ്. കാരണം മൃഗത്തിൽ എന്തില്ല? പിശാചില്ല. ഇവനിലതുണ്ട്. ഈ പൈശാചിക ആത്മാവിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. പൊക്കിളാണ് ഇതിൻ്റെ സ്ഥാനം. സ്ത്രീകളിലാണെങ്കിൽ അത് കുറച്ചും കൂടി മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ഋഷിമാരും ഗുരുവര്യന്മാരും പ്രവാചകന്മാരും എല്ലാം ഇതിൻ്റെ ഉപദ്രവത്തെ തൊട്ട് അഭയം തേടിയിട്ടുണ്ട്. കാരണം അത്രയും വലിയ ദുശക്തിയാണ് ഈ സാത്താൻ. എല്ലുകളിലും കൽക്കരിയിലും ചാണകത്തിലും മറ്റും കാണപ്പെടുന്ന ഫോസ്ഫറസും ദുർഗന്ധവുമാണ് ഇതിൻ്റെ ഭക്ഷണം. എല്ലാ മതങ്ങളും ലൈംഗിക ബന്ധത്തിന് ശേഷം കുളിക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ട്. ലൈംഗിക പ്രവർത്തന സമയങ്ങളിൽ ചർമ്മസുഷിരങ്ങൾ വഴി ദുർഗന്ധം പുറത്തേക്ക് പ്രവഹിക്കുന്നത് കൊണ്ടാണിത്. ദുർഗന്ധമുള്ള പാനീയങ്ങളും ദുർഗന്ധമുള്ള മൃഗങ്ങളുടെ മാംസവും വിലക്കിയിട്ടുണ്ട്. ദൈവം ആത്മാക്കളെ പഠിച്ചുകൊണ്ട് മുമ്പിൽ അണിനിരത്തിയ സമയത്ത് എല്ലാവിധം ആത്മാക്കളെയും ഒന്നിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിൽ ധാതാത്മാക്കളും ഉണ്ട്, ബാക്കിയുള്ള ആത്മാക്കളെല്ലാം ഉണ്ട്. അതുവഴി ഇവരെല്ലാം പരസ്പരം പരിചയപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനിൽ ഉള്ള ധാതു ആത്മാവിനെ കൊണ്ടാണ് മനുഷ്യൻ കല്ലുകൾ കൊണ്ട് വീടുകൾ നിർമ്മിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, പ്രേരണ മനുഷ്യനുണ്ടാവുന്നുണ്ട്. സസ്യത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുള്ള പ്രേരണ കൊണ്ടാണ് മനുഷ്യന് തടി കൊണ്ട് വീടുകൾക്ക് മേൽക്കൂരകൾ ഉണ്ടാക്കുന്നത്. വൃക്ഷങ്ങളുടെ തണുത്ത തണലിലും അവൻ പ്രയോജനം കണ്ടെത്തുന്നതും ഇതിൻ്റെ പ്രേരണ കൊണ്ടാണ്. ഏറ്റവും പിന്നിൽ ഉണ്ടായിരുന്ന മൃഗാത്മാക്കൾ ഭൂമിയിൽ മൃഗങ്ങളായി മാറുകയും മനുഷ്യന് ഭക്ഷിക്കുവാൻ അനുവദനീയമായി നിശ്ചയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ആ രംഗമാണ്. ദൈവം ആത്മാക്കൾ അണിനിർത്തുന്ന സമയം ദൈവത്തിന് മുമ്പിൽ ഒരുപാട് ആത്മാക്കളുണ്ട്. ആദ്യ നിരയിൽ ഏറ്റവും വലിയ ഉന്നതരായ പ്രവാചകന്മാരുണ്ട്. അതിന് ബാക്കിലായിക്കൊണ്ട് ഋഷിവര്യന്മാരുണ്ട്, ഗുരുവര്യന്മാരുണ്ട്. അതിന് ബാക്കിലായിക്കൊണ്ട് വിശ്വാസികളുണ്ട്. ഇങ്ങനെ പോകുന്ന നീണ്ട നിരണ്ട്. അതേപോലെ ദൈവത്തിൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ആത്മാക്കളുണ്ട്. ഇടതുഭാഗത്തുണ്ടാകുന്നത് ദുഷ്ടാത്മാക്കളാണ്, വലതുഭാഗത്തുണ്ടാകുന്നത് മാലാഖമാരെ പോലുള്ള നല്ല ആത്മാക്കളാണ്. ഈ രംഗം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യം പഠിക്കേണ്ടത്, അറിയേണ്ടത്, കേൾക്കേണ്ടത്. വൃക്ഷങ്ങൾ മനുഷ്യന് ശുദ്ധമായ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നുണ്ട്. പിന്നിലെ നിലയിലുണ്ടായിരുന്ന മൃഗാത്മാക്കളാണ് മനുഷ്യനെ ഭക്ഷിക്കാൻ അനുവദനീയമായി നിശ്ചയിക്കപ്പെട്ടത്. ഇതേപോലെ തന്നെ ഈ വിഭാഗത്തിലെ പക്ഷികളെയും ഭക്ഷിക്കുന്നത് അനുവദനീയമാക്കി. ദൈവത്തിൻ്റെ ഇടത്തുഭാഗത്തുള്ളത് ഭൂതാത്മാക്കളാണ്. അതേപോലെ ദുരാത്മാക്കൾക്ക് അറബിയിൽ മുസ്ലിങ്ങൾ സിഫലി മുവക്കിലാത്ത് എന്ന് പറയും. അതിന് പിന്നിലായി ദുഷ്ടാത്മാക്കളും ആണ് ഉണ്ടായിരുന്നത്. ദുഷ്ടാത്മാക്കൾ അവസാനം ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറി. ദുഷ്ടാത്മാക്കളുടെ പിന്നിലായി കാണപ്പെട്ട മൃഗ, സസ്യ, ധാതു ആത്മാക്കളിൽ മനുഷ്യനോട് ശത്രുത വളർന്നു വന്നു. ഈ വിഭാഗത്തിൽ നിന്നുള്ള ധാതു ആത്മാക്കൾ ഭൂമിയിലെ ചാരം കൽക്കരിയായി മാറാൻ കാരണമായി. അതിൽ നിന്നുള്ള വാതകം മനുഷ്യന് ഹാനികരമായിരുന്നു. ഇതേ വിഭാഗത്തിൽ നിന്നുള്ള സസ്യാത്മാക്കളിൽ നിന്നാണ് അപകടകരവും മുള്ളുകൾ നിറഞ്ഞതും നരഭോജികളുമായ മരങ്ങൾ ഉണ്ടായത്. ഈ വർഗത്തിൽപ്പെട്ട മൃഗാത്മാക്കളിൽ നിന്ന് നരഭോജികളും അക്രമാസക്തരുമായ മൃഗങ്ങളും ഉണ്ടായി. മനുഷ്യനോടുള്ള ശത്രുത കാരണമായി ഇവരിൽപ്പെട്ട പക്ഷിവർഗത്തെ ഭക്ഷിക്കുന്നത് നിഷിദ്ധമാക്കി. അവ ആഹാരം കഴിക്കുന്നത് അവയുടെ നഖങ്ങൾ ഉപയോഗിച്ചാണ്.
ഇത് നോക്കി ഈ വർഗത്തിലുള്ള പക്ഷികളെ തിരിച്ചറിയാവുന്നതാണ്. ദൈവത്തിന്റെ വലതുവശത്തുള്ള ആത്മാക്കളെ മനുഷ്യന്റെ സേവകരും സന്ദേശവാഹകരായും സഹായികളുമായി നിശ്ചയിക്കപ്പെട്ടു. മനുഷ്യനെ എല്ലാവരേക്കാളും ഉന്നതനാക്കുകയും ദൈവത്തിന്റെ പ്രതിനിധിയാക്കി നിയമിക്കുകയും ചെയ്തു. ഇനി ഈ പ്രാതിനിധ്യം ഒരു മനുഷ്യൻ സ്വീകരിക്കുമോ അതോ നിരസിക്കുമോ എന്നുള്ളത് അവന്റെ അതിനായുള്ള സന്നദ്ധത, പ്രയത്നം, വിധി എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് അവന്റെ പൈശാചിക ആത്മാവ് അഥവാ പൊക്കിൾക്കൊടിയിലുള്ള ഭൂതാത്മാവ് പുറത്തു പോവുകയും അവന്റെ സംഘങ്ങളുമായിട്ട് അലയുകയും ചെയ്യും. അങ്ങനെ അലയുന്ന സമയത്ത് ഈ ഭൂതാത്മാവ് ആ മനുഷ്യ രൂപത്തിലാണ് ഈ അലച്ചിൽ നടത്തുന്നത്. ഈ ഭൂതാത്മാവിന്റെ കൂട്ടാളിയായിക്കൊണ്ട് ഒരു ദുർമന്ത്രാത്മാവുണ്ട്. അറബിയിലെ മുസ്ലിങ്ങൾ അതിനെ കന്നാസ് എന്ന് പറയും. ദുർമന്ത്രണം ചെയ്യലാണ് അതിന്റെ ജോലി. ഒരു മനുഷ്യരിൽ ഇങ്ങനെ അനേകം ഹന്നാസുമാരുണ്ടാവും, അല്ലെങ്കിൽ ദുർമന്ത്രാത്മാക്കൾ ഉണ്ടാവും. അവ മനുഷ്യനിൽ വിവിധതരം സംശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നല്ല ആളുകളെ നല്ല പ്രവൃത്തികളിലും, ചീത്ത പ്രവൃത്തി സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവന്റെ ഭൂതാത്മാവ് അശുദ്ധനാണ് എന്നതിന് തെളിവാണത്. കാരണം അവനെ സഹായിക്കാനായി ഇത്തരം ആത്മാക്കളുടെ സാന്നിധ്യങ്ങൾ അവനുണ്ടായിരിക്കും. സംശയരോഗങ്ങൾക്ക് കാരണം എന്താണ്? ഈ ആത്മാക്കളുടെ സാന്നിധ്യമാണ്, ഈ ദുർമന്ത്രാത്മാക്കളുടെ സാന്നിധ്യമാണ്. അത് ചിലരിൽ ഒരുപാടുണ്ടാവും, ചിലരിൽ കുറവായിരിക്കും. എത്രത്തോളം എണ്ണം കൂടുന്നുണ്ടോ അത്രത്തോളം കാഠിന്യമായിരിക്കും അവന്റെ ദുർമന്ത്രണങ്ങൾ. ഒരു നല്ല വ്യക്തി നല്ല കാര്യം ചെയ്താൽ പോലും അവനിൽ മോശമായിട്ടാണ് അത് തോന്നുക. എന്നാൽ ഇതിന്റെ സാന്നിധ്യം ഇല്ലാതായാലോ, ഒരു ചീത്ത വ്യക്തി ചീത്ത കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും അത് നല്ലതായി തോന്നും. ഇതിന് സാധാരണഗതിയിൽ ഒരു ആനയുടെ രൂപമുള്ളത്. അത് ഈ ഭൂതാത്മാവിനും ഹൃദയത്തിനും ഇടയിലാണ് അതിന്റെ സ്ഥാനം. അഥവാ ഈ ഭൂതാത്മാവിനും അഥവാ പൊക്കിളിനും ഹൃദയത്തിനും ഇടയിലും ഇത് ഭൂതാത്മാവിനെ സഹായിച്ചുകൊണ്ടിരിക്കും. ഇതിനു പുറമെ മനുഷ്യനെ വഴിവഴിപ്പിക്കുന്നതിനായിട്ട് ദൈവം 4 പക്ഷികളെയും സ്ഥാപിച്ചിട്ടുണ്ട്. നെഞ്ചിലെ ഈ 4 പക്ഷികളും സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് നെഞ്ചില് 5 ആത്മാക്കളെ സ്ഥാനങ്ങളുണ്ട്. ഈ 5 ആത്മാക്കളിൽ യഥാർത്ഥ ആത്മാവായ ആത്മാവിന്റെ മുകളിലല്ലാത്ത ബാക്കി 4 ആത്മാക്കൾക്ക് മുകളിലും ഈ പക്ഷികളുണ്ട്. ഉദാഹരണത്തിന് ഹൃദയത്തിന്റെ മേലെ ഇരിക്കുന്നത് ഒരു കോഴിയാണ്. ഹൃദയത്തിൽ കാമവികാരം ഉണ്ടാക്കുന്നത് ഈ കോഴിയാണ്. ഹൃദയം ശുദ്ധിയാകുന്നതോടുകൂടി ഈ കോഴി കാമവികാരം വിട്ടകന്ന് ശുദ്ധി പ്രാപിക്കുന്നതാണ്. അപ്പോൾ അത് അനുവദനീയമായതും അല്ലാത്തതുമായ കാമത്തെ വേർതിരിച്ചറിയാൻ തുടങ്ങും. ഈ അവസ്ഥ പ്രാപിച്ച ഹൃദയങ്ങൾക്ക് സുരക്ഷിതമായ ഹൃദയം എന്ന് പറയപ്പെടും. മുസ്ലിങ്ങൾക്കിടയിലെ കൽബെ സലീം എന്നറിയപ്പെടും. ഇതേപോലെ രഹസ്യാത്മാവ് എന്ന ആത്മാവ് ഇരിക്കുന്ന സ്ഥാനത്തിന് മുകളിലായിട്ട് ഒരു കാക്ക ഇരിക്കുന്നുണ്ട്. ആർത്തിയാണ് കാക്കയെ ബാധിക്കുന്നത്. ഒത്ത നടുവിന് ഇടത്തെ ഭാഗത്തായിട്ടാണ് ഈ സിറ് അഥവാ ഈ രഹസ്യാത്മാവ് ഇരിക്കുന്നത്. ഒത്ത നടുവിൽ നിന്നും വലത്തെ ഭാഗത്തായിട്ടിരിക്കുന്ന ആത്മാവാണ് നിഗൂഢാത്മാവ്. അതിൽ ഇരിക്കുന്ന ഒരു മയിലാണ്. മയിലിനെ ബാധിക്കുന്നത് അസൂയയാണ്. അപ്പോ ഈ നിഗൂഢാത്മാവിനെ ബാധിക്കുന്ന വികാരം അസൂയയാണ്. ഇതേപോലെ ഒറ്റ നടുവിലായിക്കൊണ്ട് ഇരിക്കുന്ന ആത്മാവിന്റെ പേരാണ് നിഗൂഢാത്മാവ്. അറബിയിൽ അതിനെ അഖ്ഫ എന്നറിയപ്പെടും. ഈ ആത്മാവിന് മുകളിൽ ഇരിക്കുന്നത് ഒരു പ്രാവാണ്. ഈ അതിനിഗൂഢാത്മാവിനെ ബാധിക്കുന്ന വികാരം പിശുക്കാണ്. നെഞ്ചിനുള്ളിലുള്ള ആത്മാക്കളെ ആർത്തിക്കും അസൂയക്കും കീഴ്പ്പെടാൻ ഈ പക്ഷികളുടെ സ്വഭാവങ്ങൾ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ആത്മാക്കൾ പ്രകാശിക്കപ്പെടുന്നത് വരെ ഇത് തുടരും. ഇബ്രാഹിം നബി അല്ലെങ്കിൽ അബ്രഹാം അല്ലെങ്കിൽ ബ്രഹ്മാവ് എന്നറിയപ്പെടുന്ന ഹിന്ദുക്കളിലെ ഭഗവാൻ, ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഈ 4 പക്ഷികളെ പുറത്തെടുക്കുകയും ശുദ്ധീകരിക്കപ്പെട്ട ശേഷം ശരീരത്തിൽ തന്നെ തിരിച്ചു വെക്കുകയും ഉണ്ടായി. പരിശുദ്ധി പ്രാപിച്ച വ്യക്തികളുടെ മരണശേഷം ഈ പക്ഷികൾ മരങ്ങളിൽ താമസിക്കാൻ തുടങ്ങുന്നു. ആത്മസമരത്തിന് വേണ്ടി കുറച്ചു കാലത്തേക്ക് വനാന്തരങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾ ഈ പക്ഷികളുടെ ശബ്ദം അനുകരിക്കാൻ പഠിക്കുന്നു. തൽഫലമായി ഈ പക്ഷികൾ അവരുമായി ഇണങ്ങുകയും അവരുടെ ചെറിയ ചികിത്സകളിൽ, ആത്മീയ ചികിത്സകളിൽ സഹായികളായും ചെയ്യുന്നുണ്ട്. ഈ പൊക്കിളിൽ സ്ഥിതി ചെയ്യുന്ന ഭൂതാത്മാവ് പിശാചുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെഞ്ചിലെ 5 ആത്മാക്കള് 5 പ്രധാനപ്പെട്ട പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഥവാ ആദം എന്നറിയപ്പെടുന്ന ശിവൻ അല്ലെങ്കിൽ ആദിശങ്കരൻ, ശങ്കർജി, അതേപോലെ അബ്രഹാം എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അല്ലെങ്കിൽ ബ്രഹ്മാവ്, മൂന്നാമത്തത് മോസസ് എന്നറിയപ്പെടുന്ന മൂസ പ്രവാചകൻ, 4ാമത് ജീസസ് എന്നറിയപ്പെടുന്ന യേശു എന്നറിയപ്പെടുന്ന ഈസ പ്രവാചകൻ, അവസാനത്തത് 5ാമത് പ്രവാചകനായ മുഹമ്മദ് നബി. ഈ 5 പ്രവാചകന്മാരുമായിട്ടാണ് നെഞ്ചിലെ 5 ആത്മാക്കളെ ബന്ധം. ഈ 5 ആത്മാക്കളെ അധികാരികളാണ് അവർ. അവരിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതേ അല്ല. അവരെ നിഷേധിക്കുന്നവർക്ക് ഇതും നിഷേധിക്കണം.
ഇനി തലയിലിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ തൃക്കണ്ണായി ചിത്രീകരിക്കാറുണ്ട്. അതിന്റെ ബന്ധം ദൈവത്തിനോട് തന്നെയാണ്. ഏത് ആത്മാവാണോ അതിന്റെ അധികാരിയുമായി ബന്ധമില്ലാത്തത്, അത് അതിന്റെ ആത്മീയാനുഗ്രഹത്തെ തൊട്ട് തടയപ്പെടുന്നതാണ്. ശരീരം ഒരു പരിപൂർണനായ ഗുരുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ പറഞ്ഞു വന്നത് ഈ പൈശാചിക ആത്മാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം.